അപ്പോൾ നിങ്ങൾക്ക് സോഷ്യലിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഷംസ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പിക്കാൻ നിങ്ങൾക്കൊരു മാപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ സോഷ്യൽ സയൻസിൽ ചോദിക്കാൻ പോകുന്നത്. അതായത് ഏതൊക്കെ ഏത് കോണ്ടിനെൻറ്റ്സ് ആണെന്ന് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളാണെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പോൾ എത്ര കോണ്ടിനെൻറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നോ? നമുക്ക് 7 കോണ്ടിനെൻറ്റ്സ് വൻകരകളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ് പാട്ടിലൂടെ നമ്മൾ പഠിച്ചതാണ്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഫൈനലി ഓസ്ട്രേലിയ. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 7 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണാതെ തന്നെ പഠിച്ചിട്ട് ഇത് ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതാ ക്ലിയർ ആയിട്ട് 7 കോണ്ടിനെൻറ്റ്സും എങ്ങനെയാണ് ട്രിക്കി ആയിട്ട് പഠിക്കുക എന്നുള്ള കാര്യം മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഏറ്റവും വലുത് ഇങ്ങനെ ഒരു മാപ്പ് തന്നാൽ കൂട്ടത്തിൽ വലുത് ആരായിരിക്കും? അത് നമ്മളുടെ ഏഷ്യ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എല്ലാ കോണ്ടിനെൻറ്റ്സും നോക്കുമ്പോൾ പരന്ന് വലുതായിട്ട് കിടക്കുന്നത് ആരാണ്? ഏഷ്യ ആണ്. ഏഷ്യയുടെ തൊട്ടായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഉറാൽ മൗണ്ടെയിൻസാലാണ് 2 കോണ്ടിനെൻറ്റ്സിനെ അത് മാറ്റിയത് എന്നുള്ളത്. അത് ഏതായിരുന്നു? നമ്മുടെ യൂറോപ്പാണ് അല്ലേ? ഏഷ്യക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അത് യൂറോപ്പായിരിക്കും. ഇവർക്ക് താഴെയുള്ളത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഏകദേശം ഒരുപോലെയാണ്. സൗത്ത് താഴെ ആയതുകൊണ്ട് ഓക്കെ, തെക്ക് എന്ന് പറയുന്നത് താഴെ ആയതുകൊണ്ട് സൗത്ത് അമേരിക്ക താഴെയാണ്. നോർത്ത് വടക്ക് എന്ന് പറയുന്നത് മേലെ ആയതുകൊണ്ട് നോർത്ത് അമേരിക്ക മേലെയാണ്. അപ്പൊ ഈ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഒരുപോലെയാണ് കാണാൻ നിൽക്കുന്നത്. പക്ഷേ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ചെയ്ത ആഫ്രിക്കയാണ്. അപ്പൊ ഇവരെ രണ്ടാരെയും കാണിച്ചാൽ കൂട്ടത്തിൽ വലുത് ആഫ്രിക്കയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറുത് ഏതാണ്? സൗത്ത് അമേരിക്കയാണ്. ഓക്കെ, സൗത്ത് അമേരിക്കയുടെ മേലെ നമുക്ക് ആരുണ്ടാവും? നോർത്ത് അമേരിക്ക ഉണ്ടാവും. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. കൂട്ടത്തിൽ വലുത് ഏഷ്യ, ഏഷ്യയുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് ചേർന്ന് നിൽക്കുന്നത് യൂറോപ്പ്, അവർക്ക് താഴെയായിട്ട് ആഫ്രിക്ക, ആഫ്രിക്കയെ പോലെ തന്നെ വേറൊരു ചെറിയ ആളുണ്ട്, അത് നമ്മുടെ സൗത്ത് അമേരിക്കയാണ്. സൗത്ത് അമേരിക്ക താഴെയാണെങ്കിൽ നോർത്ത് അമേരിക്ക അല്ലെ? വടക്കേ അമേരിക്ക എവിടെയായിരിക്കും? മേലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് താഴെ ഏറ്റവും താഴെ ആരുണ്ടാവും? അന്റാർട്ടിക്ക ഉണ്ടാവും. ചിലപ്പോൾ അന്റാർട്ടിക്ക ഒരു റൗണ്ട് പോലെ ആയിരിക്കും മാപ്പിൽ കാണിക്കുക. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഉണ്ട പോലെയുള്ളത് അന്റാർട്ടിക്ക ആണെന്ന്. ഇനി ഓസ്ട്രേലിയ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയക്ക് മേലെ ഒരു യു ഷേപ്പ് ഉണ്ടാവും. നമ്മൾ ഓസ്ട്രേലിയ എന്ന് എഴുതുമ്പോൾ ഒരു യു ഉണ്ടാവില്ലേ? ആ യു വെച്ചിട്ട് പഠിച്ചാൽ മതി. ഓസ്ട്രേലിയക്ക് മേലെ ഒരു യു ഷേപ്പ് ഉണ്ടാവും. സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മാപ്പിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? കൂട്ടത്തിൽ വലുത് ഇതല്ലേ? ഇത് നമ്മളുടെ ഏഷ്യയാണ്. ഏഷ്യയോട് ചേർന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് യൂറോപ്പാണ്. ഇവർക്ക് നേരെ താഴെ ആയിട്ടുള്ളത് ആഫ്രിക്കയാണ്. ഓക്കെ, ആഫ്രിക്കയെ പോലെ തന്നെ ചെറിയ ആളാരാണ്? സൗത്ത് അമേരിക്കയാണ്. പിന്നെ ദാ അവരുടെ മേലെയായിട്ട് സൗത്ത് അമേരിക്കയുടെ മേലെയായിട്ട് നമുക്ക് ആരുണ്ട്? നോർത്ത് അമേരിക്ക ഉണ്ട്. ഏറ്റവും താഴെ ആരാണ്? റൗണ്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും താഴെ ഉള്ളത് അന്റാർട്ടിക്ക. ഇനി ഒരു യു ഷേപ്പ് കണ്ടാൽ അത് ആരാണ്? അത് ഓസ്ട്രേലിയ ആണ്. ഓക്കെ, സോ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഒരു മാപ്പ് ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി ഈ ഒരു കോണ്ടിനെൻറ്റ്സ് വൻകരകൾ മാർക്ക് ചെയ്യാനായിരിക്കും. അതും ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐഷംസ് മോർ എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Bye.